ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസംബർ 16 ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ നമുക്കുണ്ടായ കുറച്ച് മാറ്റങ്ങളും ഈ ഒരു 6 മാസമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 6 മാസം കൊണ്ട് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഒരു സക്സസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്കത് വാക്കുകൾക്ക് എന്താ പറഞ്ഞാൽ അതീതമാണെന്നൊക്കെ പറയില്ല, അതിപ്പോഴും നമുക്കത് എങ്ങനെ അച്ചീവ് ചെയ്തെന്ന് എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. അത്രക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ 6 മാസം എങ്ങനെ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എന്തെല്ലാമാണ് ചെയ്തതെന്നുള്ളതാണ് നിങ്ങളിലേക്ക് കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഫോണുമായിട്ട് സാധാരണ ഒരു വീട്ടമ്മയാണ്. വലിയ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തുമില്ല, വലിയ താല്പര്യമില്ല. 2 കുഞ്ഞു കുട്ടികളും ഉണ്ട്. അപ്പോൾ വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫോണുമായിട്ടൊന്നും ഇരിക്കാൻ ഒട്ടും സമയമില്ല. ചേട്ടനായിരുന്നു ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കാണ് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യം. പൈസ എന്നുള്ളതല്ല, അത് സെക്കൻഡാണ്. ഫസ്റ്റിലെ മനസ്സിൽ മൊത്തം ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണുക, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആദ്യം ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എനിക്കൊരു ചാനൽ വേണം, ഒരു വ്ളോഗർ ആകുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ഒരു 2 വർഷത്തിന് മുന്നേ ഇതുപോലെ തന്നെ എൻ്റെ ബഹളം കൊണ്ട് ഒരു ചാനൽ തുടങ്ങി. അത് കുക്കിംഗ് ചാനലായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ കാണിക്കാനുള്ള മടിയുണ്ട്. നമ്മൾ ആദ്യം കുറേ പൈസയൊക്കെ മുടക്കി പാത്രങ്ങൾ എല്ലാം മേടിച്ച് നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ഈ നമ്മുടെ ചാനലിൻ്റെ താഴെ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നതാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് കൂട്ടാവുമോ എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന കാര്യം, അപ്പം ഞങ്ങളന്ന് അയച്ചു കൊടുത്തിരുന്നതിൽ ആ കുക്കിംഗ് വീഡിയോസ് ചേട്ടൻ്റെ ഫ്രണ്ട്സ്, അതായത് ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കിംഗ് വീഡിയോസ് അവരെത്ര പേരിരുന്ന് കാണുന്നുണ്ട്, ഇത്രയും ചിന്തിച്ചാൽ മതി. അപ്പം നമ്മളുടെ വീഡിയോസ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് തന്നെത്താൻ യൂട്യൂബ് വഴി വരുന്ന ഒരു സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ നമ്മളിടുന്ന വീഡിയോസ് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു വീഡിയോ ഇടുമ്പോഴും അവരത് കാണും. നേരെ മറിച്ച് ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ആണുങ്ങൾക്ക് അയച്ചു കൊടുത്തു, അതായത് ചേട്ടൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. അവരെത്ര പേര് അതിരുന്ന് കാണും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു മര്യാദ കൊണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തു. എത്ര പേര് കാണത്തില്ല. അപ്പോൾ അതിലും നല്ലത് നമുക്ക് ആ ഒരാൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ട് വരുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം നമ്മളായിട്ട് ആർക്കും അയച്ചു കൊടുക്കാണ്ട്, അപ്പോൾ ഇതുവരെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെ, അത് പോട്ടെ. ഇനി നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആർക്കും അയച്ചു കൊടുക്കാണ്ട് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്ത് വരുന്ന ഒരാൾ അവരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാച്ചിങ് അവറും എല്ലാം നേടിത്തരുന്നത്. അവർ നിങ്ങളുടെ വീഡിയോ ഫുള്ള് കണ്ടിന്യൂസ് ഇരുന്ന് കാണും. അങ്ങനെയുള്ളവരും മതി. അങ്ങനെ നോക്കിയാലേ ഫസ്റ്റിലെ നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ആവത്തുള്ളൂ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കണ്ടൻറ്റ്. ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാഞ്ഞിട്ട് എനിക്ക് സങ്കടം കൊണ്ട് വയ്യാഞ്ഞിട്ട് ഞാൻ പോയൊരു ചൂണ്ട മേടിച്ച്. പെണ്ണുങ്ങൾ ചൂണ്ട ഇട്ടാൽ നല്ലതായിരിക്കുമല്ലോ, അതിൽ നിന്നൊക്കെ വ്യൂ കിട്ടുമെന്ന് ഓർത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം കൊണ്ട് അവിടെ നിന്ന് ഞാൻ തളർന്നില്ല. എൻ്റെ 2ാമത്തെ കുട്ടീൻ്റെ ഡെലിവറി കഴിഞ്ഞ് 6 മാസമേ ഉള്ളൂ. ആ പൊടി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ 3500 രൂപയുടെ ചൂണ്ട മേടിച്ച് ഞങ്ങളുടെ ഇവിടുന്ന് എനിക്കിവിടെ 15 കിലോമീറ്റർ ദൂരെ 6 മണിക്ക് ആ പൊടി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയി ചൂണ്ട ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഉച്ചക്കാണ് വന്നിട്ടുള്ളത്. അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തു, അതിൽ നിന്നും കയറിയില്ല. പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിരുന്നപ്പോൾ പിന്നെയാണ് ഞാൻ ഓർത്തത്, ഞാൻ എന്തിന് ചൂണ്ടയുടെ പുറകെയൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ കൊത്തിയാൽ മാത്രമല്ലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ചെടികളോടൊക്കെ ഭയങ്കര കുക്കിങ്ങും ഇഷ്ടമാണ്. പക്ഷെ അതിന് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ചെടികളും പച്ചക്കറിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം ഇതിൻ്റെ വീഡിയോസ് ഇട്ടാലോ എന്നോർത്ത് അങ്ങനെ. അപ്പോൾ റെഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളൊരു പേര് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ പോലും വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു. കാരണം ഒരു ചാനൽ തുടങ്ങി നമ്മൾ ഒന്നും ആവാതെ സക്സസ് ആവാൻ നിന്നാണ്. അപ്പോൾ ഇനി അത് പാടില്ലെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇനിയും നമുക്ക് നാണം കെടാൻ വയ്യാത്തതുകൊണ്ട് ആർക്കും നമ്മൾ ചാനൽ അയച്ചു കൊടുത്തില്ല. ആകണമെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ ആരും അറിയുന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പോഴും നമ്മളൊക്കെ പുറത്തിറങ്ങുന്നത് ഒരു 3 വർഷം 2-3 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും പുറത്തിറങ്ങുകയും ചെയ്യും.
യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടുന്നുണ്ടോ, അത് ഇട്ട് കളഞ്ഞാ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പൈസയും കളഞ്ഞ് വെറുതെ ആൾക്കാർക്ക് മൊത്തം അറിയാത്തവരെയൊക്കെ കാണുമ്പോഴൊക്കെ ഈ ഫോൺ നോക്കിയിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്തിനന്ന് ചെയ്തെന്നൊക്കെ ഓർക്കും. പക്ഷേ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഒരാൾക്ക് പോലും അയച്ചു കൊടുത്തില്ല. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് ആദ്യം ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ വിരിഞ്ഞ ഒരു റോസിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ചേട്ടനെ അയച്ചു കൊടുത്ത്. അങ്ങനെ ചേട്ടനാണ് അത് എഡിറ്റൊക്കെ ചെയ്തിട്ട്. ഈ പറഞ്ഞ പോലെ ചേട്ടൻ എറണാകുളത്താണ് ജോലി, എല്ലാ ദിവസവും ഒന്നും വരുത്തൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ജോലി തിരക്കും കാരണം പിന്നെ ഇത് മടിയാണ് പുള്ളിക്കാരന് ജോലി. അപ്പം ഇപ്പം ഈ വീഡിയോ എടുത്താണ് ഇപ്പുണ്ട്. അപ്പം എഡിറ്റിംഗ് ഒക്കെ ഞാൻ പുറകെ നടക്കുന്ന വീഡിയോ ഇടൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് അയച്ചു കൊടുത്തിട്ട് അവസാനം ഞാൻ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ വിചാരം മൊത്തം ഇത് ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പുള്ളിക്കാരന് അത് പറ്റുന്നില്ല. അവസാനം ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ട്, പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് അങ്ങനെ പുഷ് ചെയ്ത് പയം വീഡിയോ ഒക്കെ ഇട്ട് വന്നു. 6 മാസം പുള്ളിക്കാരനെ പുറകെ നടന്ന് ഞാൻ കുഴഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നവരത് എൻ്റെ ചാനലിൽ കിട്ടാതെ വന്നപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ രാത്രി 1 മണിക്കും 12 മണിക്കൊക്കെ കുത്തിയിരുന്നത് പ്രാന്താണാന്ന് വരെ തോന്നിപ്പോവും. എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റിങ് യൂട്യൂബ് തന്നെ നോക്കി എഡിറ്റിങ് പഠിച്ച് 12 മണിക്കൊക്കെ, കാരണം വീട്ടിലെ പണിയൊക്കെ തീർന്ന് പിള്ളേരെയൊക്കെ ഉറക്കി കിടത്തി അതൊക്കെ കഴിഞ്ഞ് 1 മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 6 മാസത്തിന് ശേഷം ഫസ്റ്റ് എൻ്റെ ഒരു വീഡിയോ, ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ തന്നെ ക്ലിക്കായി. 2K വ്യൂസ് വന്നു. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ അപ്പോഴും എന്തോ 40 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമായി. വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ഇട്ടിട്ട് വന്നപ്പോൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം ഇടുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്കാണ് അറിയാമെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടുക, തയ്യലാണെങ്കിൽ അതിടുക, ഗെയിം, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ ആ ഒരു ഒരു തീം ഉണ്ടാവണം ആ ചാനലിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടൻറ്റാണ്. നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് മാത്രം നിങ്ങൾ ഇടുക. അതാകുമ്പോൾ നമുക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ എനിക്കിപ്പോൾ തയ്യലാണ് അറിയാമെങ്കിൽ ഞാൻ തയ്യലിനെ കുറിച്ച് ഇടുന്നു, ഒരു ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ്, ഗാർഡൻ വീഡിയോസാണ് അത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവുക, ഡെയിലി ഇടാൻ പറ്റുക എന്ന് വെച്ചാൽ അത്ര ഇട്ട് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചാനൽ പതിയെ ഗ്രോ ചെയ്തത്. അപ്പം നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ തിടുക്കം കൂട്ടരുത്, സാവധാനം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു 5 വ്യൂ 9 വ്യൂ, പിന്നെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതനുസരിച്ച് ചിലപ്പോൾ 100 ആകും 200 ആകും. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടണമെന്ന് വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ താഴെ പോയി വീഡിയോയുടെ അടിയിൽ പോയി നിങ്ങൾ കൂട്ടാകുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുക. പക്ഷെ അതിൽ എത്ര പേര് ജെന്യൂനായിട്ട് നമ്മുടെ വീഡിയോ കാണും? അപ്പോൾ അവർക്ക് അവരുടേത് ചാനൽ ഗ്രോ ചെയ്യുന്നതിൻ്റെ പുറകെ നടക്കുന്നതിനിടയ്ക്ക് ഇത് കണ്ടിരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അതിലോട്ട് പോകാണ്ട് നമ്മൾ നമ്മുടെ വഴിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതിലൂടെ നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആവും ഒരു ദിവസം. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ സ്റ്റേബിൾ ആണോ, അതായത് നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നുണ്ട്, ഇതിലായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ട്, അത് തോന്നുമ്പോൾ എന്തെങ്കിലും വീഡിയോ ഇടുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, YT സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഏത് സമയത്താണ് കൂടുതൽ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് വീഡിയോ ഇടാനായിട്ട് നോക്കുക. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ ആർക്കും അയച്ചു കൊടുക്കാണ്ട് നമ്മുടെ താഴെ കഴിവിനനുസരിച്ച് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ഇട്ട് പോവുക. പിന്നെ നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കണ്ടിരിക്കത്തുള്ളൂ. പിന്നെ നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തിടുക. ഇപ്പം നമ്മളൊരു തുണിക്കടയുടെ പുറത്ത് കുറേ ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നു, അപ്പം അകത്ത് ചിലപ്പോൾ നല്ല ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷെ പുറത്ത് നല്ല ഭംഗിയിലിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത്, അവിടെ ചിലപ്പോൾ നല്ലത് എന്തെങ്കിലും കാണുമെന്ന് ഓർത്തല്ലേ നമ്മൾ കയറത്തുള്ളൂ. അല്ലാണ്ട് ചിലപ്പോൾ അകത്ത് നല്ലതൊക്കെ കാണും, പുറത്ത് ചിലപ്പോൾ വലിയ ഗുണമൊന്നും ഇല്ലാത്ത, നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടിരിക്കുകയെന്ന് വിചാരിക്കും, നിങ്ങൾ കയറുക കടയിൽ ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ആ തമ്പനെയിലാണ് മെയിനായിട്ട് ഇരിക്കുന്നത്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു ചാനൽ കാണുന്ന ഒരാൾ അതിൽ കയറി നോക്കിയാൽ മാത്രമേ അതിൽ എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം തന്നെ തമ്പനെയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കണ്ടൻറ്റ്
അവർ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് നോക്കിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ വീണ്ടും പറയുവാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.